അപ്പോ നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് ഇൻവിറ്റേഷനേ എടുത്തില്ല. ഇൻവിറ്റേഷൻ എടുക്കാണ്ട് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ കല്യാണമാണ്, ഞങ്ങളുടെ വരണം. എന്ത് ചിത്രന്റെ ഒരു സാമ്പാറുണ്ട്, അത് നിങ്ങൾ കഴിക്കണം. ഞങ്ങൾ കല്യാണം ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞങ്ങളുടെ പൂമണി ആൻഡ് ടീംസ്, ഇവന്റ് മാനേജ്മെന്റ് ആൻഡ് ഡാൻസ് ക്രൂന്. ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ കുറച്ച് പരിപാടിയായിട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മളത് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വൈകിട്ട് കുറച്ചധികം പരിപാടി ഉണ്ടെന്ന്. അപ്പൊ അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഈ വ്ളോഗ്. സോ ലാസ്റ്റ് വ്ളോഗ് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഈ ഐക്കണിൽ ആഡ് ചെയ്യാം. അപ്പൊ എന്തെങ്കിലും ആഡ് ചെയ്യാതെ കണ്ടിട്ട് വരും, അല്ലെങ്കിൽ അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. വൈകിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ. നമ്മളെ ലൈഫിൽ ഇതുവരെ നമ്മൾ ചെയ്യാത്ത ഒരു സംഭവമാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതാണ് മെയിൻ പരിപാടി. നമ്മുടെ ലൈഫിൽ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. അതാണ് അതെന്താന്ന് വെച്ചാ, എന്താന്ന് പറ. ഇന്ന് നമ്മൾ വെഡിങ് ഇൻവൈറ്റ് ചെയ്യാൻ പോവാണ്. യെസ്, രണ്ട് പേരെ നമ്മളെ ഫ്രണ്ട്സിനെ വെഡിങ് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമുക്ക് ലീവ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പുറത്ത് നമ്മൾ ദൂരെ ഉള്ളവരൊന്നും ഇൻവൈറ്റ് ചെയ്യാൻ നമുക്ക് പോയി ഇൻവൈറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ അതുകൊണ്ട് നമ്മൾ അടുത്തുള്ള കുറച്ച് ആൾക്കാരെ അത് ഇൻവൈറ്റ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ്, അടുത്തായതുകൊണ്ട് നമ്മൾ വീക്കെൻഡും കൂടെ ആയതുകൊണ്ട് കുറച്ച് സമയമുണ്ട് നമുക്കിന്ന്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് അവര് രണ്ടുപേരാണ് അടുത്ത് തന്നെയാണ്, ജസ്റ്റ് പോയി വിളിച്ചിട്ട് വരാന്ന് ഓർത്ത്. പിന്നെ കുറച്ച് നേരം സംസാരിച്ചിട്ട് വരാം. അതാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ വെഡിങ് ഇൻവിറ്റേഷൻ ആണ് അല്ലേ. ഫോണിലൊക്കെ വിളിച്ച് ഇൻവൈറ്റ് ചെയ്തപ്പോ നല്ല കോമഡി ആയിരുന്നു, വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നേരിട്ട് പോയി ഒന്ന് കണ്ട് ജസ്റ്റ് ഒന്ന് ഇൻവൈറ്റ് ചെയ്തിട്ട് വരാന്ന് ഓർത്ത്. അപ്പൊ അതാണ് നമ്മുടെ പ്ലാന്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മൾ എങ്ങനെ ഇൻവൈറ്റ് ചെയ്തത്, ആ സീൻസ് എങ്ങനെയായിരിക്കും നിങ്ങൾ കണ്ടോ. അപ്പൊ അതാണ്. അപ്പൊ അവിടെ പോയിട്ട് കാണാം കേട്ടോ. ഏതാ 4A ആയിരുന്നു അല്ലേ, നമ്മുടെ ആണോ 4? ഏതാ ഫ്ലോർ എന്നറിയില്ല, എന്നാലും പോയി നോക്കാം. നമ്മളെത്തി, നമ്മുടെ ജയന്തിന്റെ അവിടെയാണ് ആദ്യം പോകുന്നത്. അപ്പോ നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് ഇൻവിറ്റേഷനേ എടുത്തില്ല. സി ആണോ? എല്ലാം പ്രസ് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോ ഇൻവിറ്റേഷൻ എടുക്കാണ്ട ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. നോക്കിട്ട് പോവാം. 4 തോന്നുന്നു, 4A തോന്നുന്നു. ഞാൻ മറന്നുപോയി. എനിക്ക് 4 ആണോ 3 ആണോ അറിയില്ല. നോക്കാം. എന്താ ചെരുപ്പുണ്ടോ? അതന്നെ 4. ഇതാ ക്രോക്സ്. ഇതാ കയറിക്കോ. ഒരുത്തനും വേറെ ഇതന്നെ തുറക്ക്. അതാണ് ജയന്തേട്ടന്റെ ഫ്ലാക്സ്. നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലേ? എന്താ ഞങ്ങൾക്ക് ആക്കി വെച്ചേക്കുന്നത്? ഒന്നുമില്ലേ? എവിടെ പോന്ന്? ഓ ശരിയാ. എങ്ങോട്ടോ എവിടെയോ പോന്നെന്ന് പറഞ്ഞ് ഓർക്കുന്നില്ല ഞാൻ. ഇതാണ് ഫുൾ റിലീജിയസ് അല്ല ഇവര്. എല്ലാ റിലീജിയനും ഇവർക്ക് വേണമെന്ന് പറഞ്ഞ് ക്രിസ്ത്യൻ, ഹിന്ദു ബാങ്ക് കൊടുക്കും. അവർ 5:30 ആകുമ്പോൾ ബാങ്ക് കൊടുക്കും. ജയന്ത് പുറത്ത് വിട്ട്. അങ്ങനെയൊക്കെയാണ് ഇവരുടെ വീട്ടിലെ കാര്യം. ഇവിടെ ഒരു ബുദ്ധനെ വെച്ചിട്ടുണ്ട്. ഈ ബുദ്ധനെ എവിടെ നിന്ന് അടിച്ചു മാറ്റിയിട്ടാണ് തന്നത്. ഇത് നേരത്തെ ഇവിടെ നിന്ന്. ഇതാണ് കാറ്. ഇതല്ലേ കാറ്, RC കാറ്. ഡെസ്ക്ടോപ്പ് ഒക്കെ എന്തിനാ ഇവര്? ഇവർക്ക് എന്താ നീ എന്താ ആക്കിയത്? ഓ അത് ഇന്നിട്ടതാ. സ്കിപ്പാക്കി വിടല്ലേ, മര്യാദ കണ്ടോണം. ബിരിയാണി കഴിക്കാൻ പോയി. എന്തല്ലേ അയ്യോ, ഇതെങ്ങനെ എടുക്കും? എടാ ഇവർക്ക് കൊടുക്ക്, എനിക്ക് പറ്റുന്നില്ല. എന്താ അതെടുക്കാൻ ബുദ്ധിമുട്ട്? നിറച്ചുണ്ടടാ. വീട്ടിൽ വരുന്നവർക്ക് ചായയും സ്നാക്സും കൊടുക്കുന്ന കൂട്ടത്തിലാണ് ഇവര്. ഇവരെന്താ ഇത്ര? ഇത് ഞാൻ കാര്യം ചോദിക്കട്ടെ, 1/2 ലിറ്റർ പാലും ബാക്കി എന്റെ വെള്ളവും അല്ലേ? ഇപ്പൊ നീ ഒന്ന് 1 മിനിറ്റ് പിടിച്ചോ, ഞാൻ കറക്റ്റ് പിടിക്കട്ടെ. അങ്ങനെ പിടിക്കേ. ഞാൻ പറഞ്ഞപ്പോ എനിക്ക് പ്ലേറ്റോടെ തന്നു. കുഴപ്പമില്ല. അയ്യോ ഇത് സീനായത് കുടിക്കുന്നത്. പ്ലേറ്റ് ആണോടാ നിനക്ക്? വേണ്ട, ഇവിടെ ഒക്കെ വേണ്ട. ഇവരെന്താ ഇട്ടിട്ടുണ്ട്? ഏലക്ക ഇട്ടിട്ടുണ്ട് കേട്ടോ. എടാ കഴിഞ്ഞ വ്ളോഗിലല്ലേ പറഞ്ഞ ഏലക്ക ഇട്ട ചായ സീനാന്ന്. ഇവക്ക് ഇഷ്ടമില്ല. ഏലക്ക ഇട്ടിട്ടുണ്ടോ?
എന്ത് നിങ്ങൾ എന്താ വ്ളോഗ് കാണാറില്ലേ? എടാ കഴിഞ്ഞ ഓഫീസ് വ്ളോഗില് ഞാൻ പറഞ്ഞിട്ട് അവര് ലാസ്റ്റില് ഇല്ലടാ, ഇനി ഇവർക്ക് അങ്ങോട്ട് അയച്ചു കൊടുക്കേണ്ടി വരും വ്ളോഗ്. അപ്പൊ കല്യാണം ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. എണീറ്റ് വെക്ക് വാ. ആദ്യത്തെ അല്ല, ഇതൊക്കെ കൊറേ കൊടുത്തു നമ്മള്. അത് വാ അത് കിട്ടും. അപ്പൊ നമ്മള് കല്യാണം ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി, നിങ്ങളുടെ കല്യാണമാണ് ഫെബ്രുവരി 8 അവനെ അടുത്ത വിളിക്കാം. ഫെബ്രുവരി 8. അപ്പൊ വരണം തീർച്ചയായിട്ടും. സിമ്പിൾ ആൻഡ് ഹംബിൾ അല്ലേ? ഹെവി ഒന്നും അല്ലല്ലോ. ഇത് ഞാൻ കഷ്ടപ്പെട്ട് ഒപ്പിച്ച സാരം. അപ്പൊ കോഴിക്കോട് വെച്ചാണ് കല്യാണം. കാസ്കേഡ് റിസോർട്ട്. രാവിലെ 10 മണിക്ക്. നിങ്ങൾ എല്ലാരും വരണം. ഇത് ഞാൻ കൊറേ പേര് വിളിക്കുമ്പോ ഇത് പറഞ്ഞ, അപ്പൊ അതങ്ങനെ ഞാൻ പറയുന്നുള്ളൂ. പറഞ്ഞു വെച്ചോ? ഓ അല്ലല്ലേ, ഇവര് ഓൾറെഡി പ്രിപ്പയർഡ് ആണ്. നമ്മളാണ് സ്മെല്ലുണ്ടോ? എന്നാ ബാ, അടുത്ത നീ ബാ. അടുത്തത് നമ്മൾ സുമിത്താട്ടനാണ് വിളിക്കാൻ പോകുന്നത്. എനിക്ക് അപ്പൊ ഫെബ്രുവരി 8 കല്യാണം വരണം. ഇനി ഞാൻ പറയുന്നില്ല, നേരത്തെ പറഞ്ഞപ്പോ കേട്ടില്ലേ? അപ്പൊ അതന്നെ. ഓക്കെ, അപ്പൊ സെറ്റ്. നമ്മള് കല്യാണം വിളിച്ചിരിക്കുന്നു. അപ്പൊ ഇറങ്ങാം. അപ്പൊ നമ്മൾ ഇറങ്ങുന്ന ഇവിടുന്ന് നമ്മൾ അടുത്ത വീട്ടിലേക്ക് ഇനി പോവും. അടുത്ത വീട്ടിൽ വെച്ച് കാണാം. നമ്മള് ജയന്തിന്റെ അവിടെ നിന്ന് ഇൻവിറ്റേഷൻ കൊടുത്ത് ഇറങ്ങി. ഇനി നെക്സ്റ്റ് നമ്മള് വിഷ്ണുവിന്റെ അവിടെ പോകുന്നു. വിഷ്ണുവിന്റെ അവിടേക്ക് പോവാൻ വേണ്ടി മമ്മീനും കൂടെ കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട്. സോ മമ്മീനെ കൂട്ടാൻ വേണ്ടി നമ്മള് ജസ്റ്റ് വീട്ടിൽ പോയിട്ട് മമ്മീനും കൂട്ടി അങ്ങനെ വരാം. വീട്ടിൽ പോയിട്ട് അമ്മേനെയും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരാം. അപ്പൊ നമ്മളെ റോഡ് നല്ല തിരക്കുണ്ട്, നമുക്ക് പോയിട്ട് വരാം. എന്നിട്ട് അവിടെ എത്തിയിട്ട് വെച്ച് അവിടെ കേറിയിട്ട് കാണാം. അവിടെ കേറിയിട്ട് ബാക്കി കാണിക്കാം. ഓക്കെ പോലെ നമ്മൾ അമ്മേനെയും കൂട്ടി ഇവിടുന്ന് ഇറങ്ങി പോവല്ലേ? ഞാൻ അടുത്ത ആളെ ഇൻവൈറ്റ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം മൈൻഡപ്പ് ചെയ്യും. സ്ഥലം നമ്മള് അലകാപുരിയുടെ ബാക്കിലാന്ന് പറഞ്ഞു. അപ്പൊ സ്ഥലം ഏതൊന്നും അറിയില്ല, നമുക്ക് പോവാം. വിളിച്ചു വെച്ചിട്ട് പോവാ. എടാ മൈക്കൊക്കെ വെച്ചിട്ടായവൻ വരുന്നേ. ഇതെന്ത് ഈ ചെറിയ തണുക്കൂടെ നോക്ക്. മൈക്കൊക്കെ വെച്ചേ വരുവുള്ളൂ നമ്മള്. ഇവിടെ ലിഫ്റ്റ് ഉണ്ടല്ലോ. ലിഫ്റ്റ് ഉണ്ട്, പക്ഷെ ഇവര് കാണൂല. ഇതാണ് കൃഷ്ണന്ദു വിഷ്ണുവിന്റെ ചെറിയൊരു വലിയൊരു വീട് അല്ലേ? അതെ, വണ്ണം കുറഞ്ഞു കുട്ടി പാവം. ഹിയർ ഇസ് എ പവർഫുൾ വുമൻ. ഓ ബാൽക്കണി. എടാ ഞാനല്ല പൊട്ടിച്ചത്, കേറി വന്നപ്പോൾ ഒരു സാധനം പൊട്ടിച്ചിരിക്കുന്നു. അതെ, അവിടുന്ന് തീരുന്നു. സിമ്പിള്. ക്ലീനിങ് ഭയങ്കര സിമ്പിളാ. ചെറിയ ഒരു കിച്ചൺ നല്ലല്ലേ, പെട്ടെന്ന് ക്ലീൻ ചെയ്ത്. പക്ഷെ നമ്മുടെ എന്റെ ഫ്ലാറ്റിൽ അവിടുത്തെ കിച്ചണേ ചെറുതാണ്, പക്ഷെ എന്നാലും ഇത് നല്ലോണം ക്ലീൻ ചെയ്യാനുണ്ട്. കൊറേ നമ്മുടെ ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ വരണം. അതേ ഞാൻ ചെറുത് ഓക്സോണിൽ ഇരുന്നോ ഇത്ര ഇരുന്നോ. അത്ര ഒരു സീനൊന്നും ഇല്ല, അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ കല്യാണമാണ്. ഞങ്ങളുടെ വരണം. ഫെബ്രുവരി 8 കല്യാണം കോഴിക്കോട് വെച്ചാണ്. ഫെബ്രുവരി 7 വരണം. വന്നിട്ട് കല്യാണം നമുക്ക് അടിച്ചു പൊളിക്കാം. രാവിലെ വരണ്ട, പതിയെ വന്നാലും മതി. ഇതാണ് കോഴിക്കോട് റിസോർട്ടിന്റെ ലൊക്കേഷൻ. പിന്നെ രാവിലെ 10 മണിക്കാണ് മുഹൂർത്തം വരിക. അതെ അതെ, റിട്ടേൺ ഗിഫ്റ്റ് ഒന്നും തമിഴ്നാട് സ്റ്റൈലല്ലേ, നമ്മൾ കേരള സ്റ്റൈലില്ല. ഹാപ്പിനെസ് അതുണ്ട്. ചേട്ടൻ ഹാപ്പിനെസ് ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളെ കല്യാണം വിളിച്ചു. അതാണ് നമുക്ക് വേണ്ടി ഇവര് ആക്കി വെച്ചതാണ് ചിക്കൻ കറി. നല്ല ചെട്ടിനാട് ചിക്കൻ അല്ലേ, നാടൻ ലൈവ് ദോശ ചുടുന്നുണ്ട്. എന്നിട്ട് നല്ല ചപ്പാത്തി ആക്കിയിട്ടുണ്ട്, ഹോം മെയ്ഡ് ചപ്പാത്തിയും നല്ല നാടൻ ചിക്കൻ കറിയും. സാലഡ്സ് ഉണ്ട്. നമ്മള് പറഞ്ഞു ഒന്നും വേണ്ട, കൃഷ്ണേന്ദു അമ്മച്ചിയുടെ ചിക്കൻ കറി. അതെ, സ്പെഷ്യൽ സാലഡ് അതെന്താന്ന് വെച്ചാൽ ഇന്നലെ ആക്കിയതായത്, അതുകൊണ്ട് സ്പെഷ്യൽ സാലഡ്.
മയണൈസ് മണക്കുന്നുണ്ടല്ലോ. ഇതിപ്പോ അതേ വെച്ചാ യോഗട്ടും ഏത് അത് ഞാൻ പറയണത് അതെ കേട്ടോ അങ്ങനെ ഒരു റിയാക്ഷൻ വരണം കേട്ടോ. ഇതാണ് ഇവള് ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ സാലഡ്. ഈ സാലഡിന്റെ റെസിപ്പി അറിയണമെങ്കിൽ കമന്റ് ചെയ്തോ, നമ്മള് ഇതിന്റെ റെസിപ്പി പറഞ്ഞു തരും. അതെ ഇത് മയയുടെ സ്മെല്ല് വരുന്നല്ലോ. മയനേസിന്റെ സ്മെല്ല് വെളുത്തുള്ളി ഇട്ടോ, ഗാർലിക് ഗാർലിക് ഉള്ളതുകൊണ്ട് മയനസിന്. അപ്പൊ ഇതാണ് നമുക്ക് വേണ്ടി ആക്കി വെച്ചത്. നമുക്ക് കഴിച്ചിട്ട് എങ്ങനെയാണ് നോക്കാം. റിവ്യൂ ഒന്നും പറയാനില്ല, പാവം പിള്ളേര് കഷ്ടപ്പെട്ടാക്കിയതില്ലേ. റിവ്യൂ പറയാനൊന്നുമില്ല, കഴിച്ചിട്ട് പോവാ ഇവിടുത്തെ ഇറങ്ങി. അതെ ദോശ ഇതാണ് ദോശ ചുടുന്നതാണ് ഇവിടുത്തെ അമ്മച്ചിയുടെ ദോശ. ഇതാണ് ഇവരുടെ ഓപ്പൺ കിച്ചൺ. ഓ ദോശയൊക്കെ നല്ല റൗണ്ടിൽ വന്നിട്ടുണ്ടേ. ഈ ദോശനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? പറയൂ, എന്തേലും പറയൂ. ഈ തവ യൂസ് ചെയ്താൽ അത് നോൺ സ്റ്റിക്ക് ഇതാവൂലേ? പിന്നെന്തിനാ അത് യൂസ് ചെയ്യുന്നത്? മാറ്റിക്കണോ? മാറ്റി ചിത്ര ആലോചിക്കും, ഇവനെ വീട്ടിൽ സഹിക്കാൻ പറ്റാതിട്ട് ഞാൻ ഇവിടെ വന്നത്. അമ്മ ഇങ്ങനെ ദോശ നോൺ സ്റ്റിക്ക് ഇപ്പൊ ദോശ അടുക്കി പിടിച്ചോട്ടോ. ഇവള് വലിയ ദോശ ചുടുന്ന ആളാന്ന് പറഞ്ഞത്, പക്ഷെ ഇതാ ദോശ അടുക്കി പിടിച്ചു. വലിയ ഷെഫാന്ന് പറഞ്ഞത്. ദോശയൊക്കെ നല്ല റൗണ്ടിൽ വന്നിട്ടുണ്ട്, പക്ഷെ അടുക്കി പിടിച്ചോട്ടോ. കുത്തിപ്പൊളിക്ക്. സാധാരണ വരുന്നതാണോ? ഇല്ല ഇന്നാണ് നിങ്ങൾ ദോശ ചുട്ട് പഠിക്കുന്നത്? സാധാരണ വരുന്നതാ, പക്ഷെ ഇത് നോൺ സ്റ്റിക്ക് തന്നെയല്ലേ? അതുകൊണ്ടാ ഒരു മുട്ട ഇട്ടാ നിനക്ക് പുൽസയും കൂടെ ആക്കി തരാ. വേണ്ട ഞാൻ പറഞ്ഞ മുട്ട ഇട്ടാ ശരിയാവും. ദോശയുടെ ശരിയാവും. ദോശ വന്നിരിക്കുന്നു. ഇല്ല ഇത് ചിത്രക്കാണ് ദോശ ഭയങ്കര ഇഷ്ടം. അപ്പൊ അമ്മയ്ക്ക് വേണ്ടി ഒരു ദോശ ഉണ്ടാക്കുന്നത്. എന്തല്ലേ ദോശ ഇതുവരെ ഈ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലല്ലോ. എന്താ തോന്നുന്നു നല്ല മുരിഞ്ഞ ദോശ അടിക്കി പിടിച്ചേ, പക്ഷെ നല്ല മുരിഞ്ഞ ദോശ. ഇവിടുന്ന് ആക്ക ഇവിടുന്ന് കഴിക്കുക, എന്നിട്ട് അങ്ങനെ വാഷ് ചെയ്യാം. സിമ്പിൾ പരിപാടി. യെസ് ഇവൻ സെക്ഷൻ മാറിയല്ലേ, മറ്റേ ഇതല്ലേ ഡിഷ് വാഷിംഗ് ക്ലീനിങ്, അതൊക്കെയാണ്. ടീം മാറി. നമ്മൾ ദോശ ആയി, ചപ്പാത്തി ആയി, ഹോം മെയ്ഡ് ചപ്പാത്തി. നമ്മൾ ഹോം മെയ്ഡ് ചപ്പാത്തി കഴിച്ചിട്ട് കൊറേ ആയില്ലേ? ഞാൻ കഴിച്ചിട്ട് എന്ന് വെച്ചാൽ നമ്മള് റെഡിമെയ്ഡ് ചപ്പാത്തി ആക്കാൻ. അമ്മ ചപ്പാത്തി ഉണ്ടാക്കാറില്ലല്ലേ, അമ്മയ്ക്ക് ചപ്പാത്തി ഇഷ്ടമില്ല. അപ്പൊ ചപ്പാത്തി എന്ന് പറയുമ്പോ അമ്മ പറഞ്ഞാ പാക്കറ്റ് വാങ്ങിച്ചു. അതാണ് ചപ്പാത്തിയൊക്കെ. എന്ത് ചിത്രന്റെ ഒരു സാമ്പാറുണ്ട്, അത് നിങ്ങൾ കഴിക്കണം. ആ സാമ്പാർ കഴിച്ച നിങ്ങള് സെറ്റ് ആവും. നാണം കെടുത്തല്ലേടാ. നല്ല സൂപ്പർ. അമ്മ ഇന്ന് ആക്കിയിട്ട് ഇന്നും സാമ്പാർ നന്നായിട്ട് വന്നില്ലേ? സാമ്പാർ പോലെ തോന്നിയില്ല. ഈ അമ്മയ്ക്ക് ശരിയാവില്ല സാമ്പാർ. ഞാൻ ആക്കേണ്ടി വരും ഒരു ദിവസം അല്ലേ? ഇവനൊന്നും അറിയില്ല എന്റെ കുക്കിങ്ങിനെ കുറിച്ച്. ഇവനൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ എത്ര വലിയ നാളെ ഓഫീസിൽ പോണം. പിന്നെ ഒന്ന് സാമ്പാർ ആക്കാൻ അത് പറ്റൂല. രണ്ട് വെക്കും. ഓക്കെ നീ വാ. ദോശ മതി വാ. അമ്മയ്ക്ക് ആ 2 ദോശ ഒരു ദോശ ഞാൻ എടുത്തോളാം. കുഴപ്പമില്ല, ഞാൻ എടുത്തോളാം ആ ദോശ. അപ്പൊ എടുത്തോ. നമ്മളെ ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിക്കാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് ടേസ്റ്റ് എങ്ങനെയാണോ നമുക്ക് നോക്കാം. ഫസ്റ്റ് ബൈറ്റ് ചെയ്തോ? എങ്ങനെയുണ്ട്? ചുമ്മാ പറയല്ലേ. കൊള്ളാം. നാടൻ ഫീലില്ലേ ചിക്കൻ?
എല്ലാ വീട്ടിലും ചിക്കൻ കറി വേറെ ആയിരിക്കും. വേറെ ആയിരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. തേങ്ങാപ്പാലൊക്കെ ഇട്ട് വൈബാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇവര് മറ്റേ നാട്ടിൽ നിന്ന് തേങ്ങയൊക്കെ നിങ്ങൾക്ക് ദോശ വേണോ? ദോശയും ചിക്കൻ കറിയും നല്ലതായിരിക്കും കേട്ടോ. അവളെ കൊണ്ട് പണിയെടുപ്പിക്കേ. അപ്പൊ ഞങ്ങള് പോട്ടെ. ബൈ 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 ബൈ. വരണം, കല്യാണത്തിന് വരണം. അപ്പോ അത്ര വേണമെന്നില്ല, നിങ്ങള് രണ്ടുപേരും മാത്രം വന്നാൽ മതി. എല്ലാരും വിളിച്ച് ആരംഭിക്കണം. നമ്മളൊരു വൈബ് പരിപാടിയായിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, ഡാൻസിനെല്ലാം സെറ്റ് ആയിക്കോട്ടോ. ഇവരെ ആഡ് ചെയ്യുന്നുണ്ട്, ഇവളെ ആഡ് ചെയ്യുന്നുണ്ട്. അതെ, പക്ഷെ ഒന്നും അപ്ഡേറ്റ് ഒന്നും വന്നിട്ടുണ്ടാവില്ല. അവനൊക്കെ ഭയങ്കര ഓണാവുള്ളൂ. ഓക്കെ, അപ്പൊ പോവല്ലേ? അപ്പൊ പോവാ. ബൈ ബൈ. നാളെ കാണാം, നാളെ ഓഫീസിൽ കാണാം. സോ നമ്മൾ അടുത്ത ആളെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആരാണ് അടുത്തത്? അടുത്ത നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ഉള്ള ലിസ്റ്റിലുള്ള ഒരാളാണ് പൂമണി ആൻഡ് ടീംസ്. പൂമണിനെയും പിള്ളേനെയും നമുക്ക് വിളിച്ചിട്ട് വരാം. പിന്നെ ബാക്കി 2 കേസ് അനിറ്റും ഇവിടെ ഇല്ല. സോ അവരെ നമുക്ക് വിളിച്ച് പറയേണ്ടി വരും. സോ ഇവരിപ്പോ ഫ്ലാറ്റിലുണ്ട്. നമുക്ക് അന്ന് അവരെയും കണ്ട് അവരെ ഇൻവൈറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ പരിപാടി അങ്ങോട്ട് സെറ്റ് ചെയ്യാം. അപ്പൊ അവരെ നമുക്ക് പോയി കാണാം. മീറ്റ് ചെയ്തിട്ട് അവരെ ഇൻവൈറ്റ് ചെയ്തിട്ട് അവരുടെ എക്സ്പ്രഷൻ ഒക്കെ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. വലിയ എക്സ്പ്രഷൻ ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഒരു നോർമൽ എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ ആയിരിക്കും. പിന്നെ നമ്മുടെ പ്ലാൻ ഒക്കെ എന്താന്ന് പറഞ്ഞിട്ട് വരാം. എക്സ്പീരിയൻസ് ഉണ്ട്. അതെ, അവൻ കുറെ പേരെ ഇൻവൈറ്റ് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ അതാണ്. അപ്പൊ അങ്ങോട്ടേക്ക് പോവാം. പൂമണിനെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു. പൂമണി ആൻഡ് പിള്ളേ ഇതാ വരുന്നു. സ്പോട്ടഡ്. അതെ, അവര് ഓടിപ്പോയി. നമ്മള് ഫുഡും കൂടെ കഴിച്ചേക്കാന്ന് ഓർത്തിട്ട് നമ്മള് ബെക്താഷിൽ വന്നു. ഇവരുടെ കൂടെ ഫുഡ് കഴിച്ചിട്ട് അവരെ ഇൻവൈറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നോക്കാം. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഫുഡും കൂടെ കഴിക്കാം. നമുക്ക് ഡിന്നർ കൂടെ ഇൻവൈറ്റ് ചെയ്യണേ മിനിമം ഫുഡെങ്കിലും കൊടുക്കണം എന്നാ പറഞ്ഞു. അതെ, അവര് മുകളിലേക്ക് പോയോ? ഇതാണ് ഇവിടുത്തെ വെയിറ്ററിനെ വിളിക്കാനുള്ള സാധനം. ഇതിന് വാട്ടർ ഉണ്ട്, വെയിറ്റർ ഉണ്ട്, ബില്ലുണ്ട്. കൺഫ്യൂഷൻ ഉണ്ടോ? പ്ലേറ്റ് അല്ലേ? അവൻ കഴിച്ചിട്ട് വന്നാ ഒരു പ്ലേറ്റ് കുറച്ച് കസ്റ്റമൈസേഷൻ കൂടുതലാണ്. നമുക്ക് ബ്രൈഡ് ടു ബി ആൻഡ് ഗ്രൂം ടു ബി സെറ്റ് ചെയ്യണം. നീയല്ലേ ഡാൻസ്, ബ്രൈഡ് ടു ബി, ഗ്രൂം ടു ബി, ഇങ്ങനത്തെ ഫുൾ പാക്കേജ് നീയല്ലേ എടുക്കുന്നത്. ചത്ത പാമ്പിനെ പിന്നെ പൂമണിയാ നമുക്ക് ബഡ്ജറ്റ് സംസാരിക്കാം. ബ്രൈഡ് ടു ബി മാത്രം വെച്ച ഒരു പാക്കേജും അത് പറ്റൂല. ആ ലൊക്കേഷൻ ഔട്ട്ഡോറിന് വെച്ച ഒരു പാക്കേജ്, ഇൻഡോറിന് വെച്ച ഒരു പാക്കേജ്. നമ്മൾ കംപ്ലീറ്റ്ലി കസ്റ്റമൈസ്ഡ് ആണ്. ഈ ഷവർമ ഉണ്ടല്ലോ, ഈ ഷവർമ പോലെ സ്പൈസി ആണോ, ചീസി ആണോ, പ്ലേറ്റ് ആണോ, പിന്നെ റോളാണോ, ഇതുപോലെ എല്ലാ പാക്കേജസും ഉണ്ട്. ഏത് പാക്കേജ് വേണമെങ്കിൽ സെലക്ട് ചെയ്യുക. ഇവിടെ നിൽക്കുക. 3 പാക്കേജ്, മീഡിയം, ഹൈയാ വേണ്ടത്. പ്രീമിയം പാക്കേജ്. പേര് വേണം കൂട്ടത്തില്. അപ്പൊ ഉള്ള ആൾക്കാരും മതി. അറിയുന്ന സ്ഥലമാണ് ക്രൗൺ പ്ലാസ. ശരിയാ, അത്ര ഹെവി ആക്കണ്ടല്ലേ. ആപ്പോസിറ്റിൽ തന്നെ നീ വരുന്നുണ്ട്. ഇതെന്താ മതി? ഷവർമ, ഫുൾ മീറ്റ് ചിക്കൻ ഷവർമ പ്ലേറ്റ്. ഇത് ഒന്നും വേണ്ടെന്ന് കഴിച്ചിട്ട് വന്നെന്ന് പറഞ്ഞിട്ട് ഇത് വാങ്ങി കഴിക്കുന്ന ഐറ്റമാണ് ഇത്. ഷവർമ റോള്. പൂമണിക്ക് വേറെ ഫുഡ് വന്നിട്ടില്ല കേട്ടോ. പൂമണി റൈസ് അതാ ഞാൻ തുടങ്ങട്ടെ. ഞങ്ങൾ തുടങ്ങട്ടെ പൂമണി. വിശക്കുന്നു. എന്റെ അൽഫാം വന്നു, എന്റെ റൈസും വന്നു. ഈ റൈസ് എല്ലാവരും ഷെയർ ചെയ്ത് കഴിക്കണം. അല്ലെ പൂമണിയുടെ കൂടെ വന്നിട്ട് കഴിച്ചാൽ പാവം പൂമണി ഒറ്റയ്ക്ക്. പൂമണിക്കാണ് നല്ല വിശപ്പുണ്ടായിരുന്നത്, പക്ഷെ പൂമണിക്കാണ് കിട്ടുന്നത്. ഇത് നോക്കി വേണ്ട
ഓക്കെ നമ്മളെന്നാ കഴിക്കട്ടെ. അതെ ഭൂമണി, ഇതാണ് കബാബ്, ഇതാണ് നിനക്ക് കിട്ടുന്നത്, ഇതാണ് നീ കഴിക്കാൻ പോകുന്നത്. ഇതിനൊന്നും ഇല്ലല്ലോ, ഇതെങ്ങനെ തികയൂ? ചിക്കൻ ഇത് പേസ്റ്റ് ആക്കിയിട്ട് ഇട്ടിട്ട് അതെ അതിന്റെ റൈസ് ഉണ്ട് അടിയില്. ചിക്കൻ ബേസ് ആക്കിട്ട് ഏതോ റൈസ് ബൗൾ, ചിക്കൻ കബാബ് റൈസ് ബൗൾ ആണ് വാങ്ങിയത്. മൂഞ്ചിപ്പോയി. നമുക്ക് എന്തായാലും മന്തി കഴിച്ചേക്കാം. ഞങ്ങൾ കല്യാണം ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞങ്ങളുടെ പൂമണി ആൻഡ് ടീംസ്, ഇവന്റ് മാനേജ്മെന്റ് ആൻഡ് ഡാൻസ് ക്രൂന് വലിയ ടീം ഇവരാണത്. അപ്പോൾ അതാ അപ്പൊ അയ്യോ ഞങ്ങളുടെ കല്യാണം സിമ്പിൾ ആൻഡ് ഹംപിൾ ക്യൂട്ട് ആയിട്ടുള്ളൊരു കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ. ഇതുപോലെ ഒന്നുമില്ല, ഇത് ജസ്റ്റ് ഇത് തുറക്കാം. സിമ്പിൾ ആൻഡ് ക്യൂട്ട് ആയിട്ടുള്ള ഒരു സാധനം. എടാ മതി, പിള്ളേരും വായിക്കാറില്ല. മതി നിക്ക് ഒന്നുകൂടെ അതാ അവന്. അപ്പൊ ഞങ്ങളുടെ കല്യാണത്തിന് വരണം. ഞങ്ങളുടെ കല്യാണത്തിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ അപ്പൊ ഇതാണ് റിസോർട്ട്, കാസ്കേഡ് റിസോർട്ട്. ഇതാണ് ലൊക്കേഷൻ. ലൊക്കേഷൻ ഇട്ട് രാവിലെ 10 മണിക്ക് നമ്മുടെ കല്യാണത്തിന് വരാം. മുഹൂർത്തം 10 മണിക്കൊന്നും അല്ലടാ, റിസോർട്ടിന്റെ ലിങ്ക് അതും കൊടുക്കണമെന്നുണ്ടായിരുന്നു. ഇതോ കാർഡ് നമ്മള് കൊളാബായിട്ടൊന്നും ചെയ്തിട്ടില്ല. കാർഡിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കമന്റ് ചെയ്യും. ഞാൻ കാർഡിന്റെ ഡീറ്റെയിൽസ് പൂമണിക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാം. കട്ട് ചെയ്തോ. എവിടെ ഞങ്ങളൊന്ന് എത്തി നോക്കുവോ? അപ്പോ നമ്മുടെ ഈ പരിപാടി എല്ലാം കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഇൻവിറ്റേഷൻ പരിപാടി ഇന്നത്തോടെ കംപ്ലീറ്റ് ആയി. നമ്മള് ബാക്കിൽ ഇത് 2 പേര് നിൽക്കുന്നത് സർപ്രൈസ് എൻട്രി ആയിരുന്നു. ഓക്കെ, അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളെ ഇൻവിറ്റേഷൻ? കല്യാണത്തിന് വരില്ലേ നിങ്ങള്? മൈക്കിനടുത്ത്. ഓക്കെ, അപ്പൊ നമ്മൾ വൈൻഡപ്പ് ചെയ്യല്ലേ വ്ലോഗ്? അപ്പൊ ഞങ്ങള് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.